എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അസാധ്യ ടേസ്റ്റിൽ മുട്ടയും പപ്പടവും കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണെന്ന് കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കുട്ടികൾക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. മുട്ട കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചോറുണ്ടുകൊള്ളും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായി ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 മുട്ടയും, ഒരു സവോള, ഒരു 10 പപ്പടം, പിന്നെ 2 വെളുത്തുള്ളി അല്ലി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില. നമുക്ക് ആദ്യം ഈ പപ്പടം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ മുട്ട ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെന്ത് വെച്ചിരുന്നതാണ്. ഇതിൻ്റെ മഞ്ഞക്കരു നമുക്ക് ആവശ്യമില്ല, ഈ വെള്ളം മാത്രം മതി. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ സവോളയൊക്കെ നമുക്ക് ചെറുതായി അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മുട്ടയായിട്ട് തന്നെ കുട്ടികൾ കഴിക്കത്തില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, അവരിഷ്ടം പോലെ ചോറുണ്ണും. ഇതിപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ 2 പച്ചമുളക് കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം നമുക്ക് ഈ പപ്പടമെല്ലാം ഒന്ന് പൊള്ളിച്ചെടുക്കണം. ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായി പൊള്ളിച്ചെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി വന്ന പപ്പടവും നമുക്കിതുപോലെ പൊള്ളിച്ചെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇതൊരു വലപ്പാത്രത്തിലേക്ക് ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. പപ്പടമെല്ലാം നന്നായി പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും പപ്പടത്തിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഞാൻ ഇതിൽ നിന്നും കുറച്ച് പപ്പടം മാറ്റുന്നുണ്ട്. ഞാൻ 3 മുട്ടയല്ലേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ മുട്ട ഒരു 4-5 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും പപ്പടത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ 3 മുട്ടയേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കി ഗ്രേവി ഉണ്ടാക്കാനുള്ള കടുകൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. കൂടെ വറ്റൽമുളക് കൂടി ചേർക്കാം. 2 വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പച്ചമുളക് അരിഞ്ഞതും കൂടി ഈ കൂടെ ചേർക്കുന്നുണ്ട്.
മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കാം. ഇതെൻ്റെ ഒരു പുതിയ തവിയാണ്, ചിരട്ട തവി. ഞാൻ ഇന്ന് കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ചിരട്ട തവി ഒന്നും കാണാനില്ല, ഉണ്ട്, പക്ഷേ നമുക്ക് നാട്ടിലെങ്ങും കിട്ടാനില്ല. കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങി. ഇനി ഇതിലേക്കൊരല്പം കറിവേപ്പില ചേർക്കാം. ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരല്പം ഉപ്പ് ചേർക്കാം. ഇതൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുട്ട കറി വെക്കുമ്പോൾ കുരുമുളക് പൊടി മസ്റ്റായിട്ടും വേണ്ടതാണ്. ഇനി ഞാനിതിലേക്ക് മുട്ട ചേർക്കുന്നു. നിങ്ങൾക്ക് ഈ സമയം പപ്പടം വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. കാരണം ഈ മുട്ട ഈ എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ആയി വന്നോട്ടെ. പപ്പടം നമ്മൾ നേരത്തെ എണ്ണയ്ക്കകത്ത് പൊള്ളിച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ട് അധികം എണ്ണയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഉള്ള എണ്ണയിൽ ഈ മുട്ട നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഞാൻ ഇതിലേക്ക് പപ്പടം ചേർക്കുന്നു. ഈ പപ്പടമൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ ഇങ്ങനെ നിന്നാൽ അതൊരു നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് തോന്നത്തില്ല. ഒരല്പം പൊടിച്ചിട്ട് ഇത് ചേർക്കണം. നന്നായി മിക്സ് ചെയ്യാം. ഈ കറി ഉണ്ടെങ്കിൽ മറ്റൊരു കറിയില്ലെങ്കിലും നമ്മൾ ഇഷ്ടംപോലെ ചോറുണ്ണും. ഇത് ചപ്പാത്തിയുടെ കൂടെ കൂട്ടാനും നല്ലതാണ്. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു സെക്കൻഡ് ഈ ആവിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഗരം മസാല ചേർക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഈ സമയം ഞാൻ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. നാളെ ഇതേ സമയം നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നാളെ ഇതേ സമയം ഞാൻ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.